ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുമ്പോ ഡൈനിങ് ഏരിയ ആയിരിക്കും അല്ലേ? ഇവിടെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ ഒരുപാട് ഡിസിഷൻസും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കും. ഇല്ല, എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഞാൻ ആ ചെയറിലാണ് ഇരിക്കുക, അതില് അത് ആണ് ജനറലി ഗൃഹനാഥൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പട്ടാളത്തിലാണെങ്കിലും ശരി ഏറ്റവും സീനിയർ മോസ്റ്റ് ആളാണ് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ മെസ്സിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി. ഞാൻ അതിലിരിക്കില്ല, ഞാൻ ഇവിടെയാണ് ഇരിക്കുക. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഹോളും വീടെല്ലാം കാണാം. പ്ലസ് ഞാനങ്ങനെ വലിയ ഡിസ്കഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഡൈനിങ് ടേബിളിൽ മാക്സിമം പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കുറേ ഫോൺ കോൾസ് പോകും. ഇത് കാതിൽ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് എൻ്റെ വൈഫിന് എപ്പോഴും പ്രശ്നമാണ്, ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോൺ ചെയ്യരുത്. ശരിയാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനെ നമ്മളെന്താ കഴിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അല്ല, അപ്പൊ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള പിന്നെ അത്രയും വലിയ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ഈവനിങ്ങിൽ അവർ വന്ന് ഒരു ഡ്രിങ്ക്സോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് മുകളിലൊരു സ്ഥലമുണ്ട്, ഫ്രണ്ട്സ് വന്നാൽ കൂടാനുള്ളൊരു സ്ഥലം, അത് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോ ഈ കിച്ചൺ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതും എന്റെ കിച്ചണാണത്, ഓപ്പൺ കിച്ചണാണത്. നമുക്ക് അതൊന്നും കണ്ട് നോക്കാം. അങ്ങോട്ട് വന്ന് നോക്കൂ. കിച്ചണിൽ ഭയങ്കര പച്ചപ്പാ, കേറി വരുമ്പോ നമ്മള് കാണുന്നത്. കിച്ചണില് പച്ചപ്പ് കാണും. എവിടെ പോയി കഴിഞ്ഞാലും പച്ചപ്പ് ഒരു നിർബന്ധമാണ്, ഒരു ഗ്രീൻ ഫീല്. അതുകൊണ്ടാണല്ലോ ഈ ടൗണിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്നെല്ലാം മാറിയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. അതിൽ ഈ റിട്ടയർമെന്റ് ലൈഫ് കുറച്ച് ഗ്രീനിഷ് ആവണം എന്നുള്ളത് അങ്ങനെയല്ല. ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ്. എനിക്ക് നെൽപ്പാടങ്ങളും വയലുകളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുള്ളത് കൊണ്ട് എല്ലാം നമ്മുടെ ആ നേച്ചറായിട്ടുള്ളതിൽ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലവും ഇവിടെ ഒരു കിണറും കുഴിച്ച് കിണറ്റിലെ വെള്ളത്തിലാണ് ഞങ്ങളുടെ. അതിൻ്റെയൊക്കെ ഒരു സുഖം വേറെയാണ്, ടൗണിൽ കിട്ടില്ല അത്. പിന്നെ ഈ കിച്ചൺ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഇതിനകത്ത് ഈ കംപ്ലീറ്റ് ഇതെല്ലാം നിലം തൊടാതെയാണ്, ഹാങ്ങിങ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് കൂറ കയറില്ല, പാറ്റ കയറില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റീലല്ലേ, സ്റ്റീലാകുമ്പോ അതിന് തണുപ്പുണ്ട്. തണുപ്പ് കാരണവന്മാർ കയറിയിരിക്കൂല. 8 വർഷമായി ഇതിനകത്ത് ഹാങ്ങിങ് ആണ്. ഇതെല്ലാം താഴത്തുനിന്ന് തൊട്ടിട്ടില്ല ഒന്നും. ഞാൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഉണ്ടാക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഓംലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം ചെറിയ സംഭവമാണ്. ദോശ ഉണ്ടാക്കാനും എനിക്കറിയാം, കഞ്ഞി ഉണ്ടാക്കാനും അറിയാം. നിങ്ങൾ ആരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. ഈ ചായ എന്നൊക്കെ പറയുമ്പോൾ മസാല ചായ ആണോ? ഈ അതില്ല, ഞാൻ നോർമലായിട്ട്. നിങ്ങളുടെ ഇവിടുത്തെ തന്റെ വീട് എവിടെ? കായംകുളത്തേരെ അറിയില്ല, ചിലരുണ്ട്. ആദ്യം ആലപ്പുഴക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം 1 ലിറ്റർ പാലം കുഴിക്കും, എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് അതാണ് വരില്ല. എന്നാൽ പാലം കുടിച്ചാൽ പോരാ. ചായ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം പച്ചവെള്ളത്തിൽ അത് തിളപ്പിച്ച് അതിൽ തേയിലിട്ട് അതിന്ന് ആ കളർ വന്നതിന് ശേഷം നിങ്ങൾ പാലൊഴിക്കുക. അപ്പോഴാണ് ചായയുടെ ടേസ്റ്റ് വരുള്ളൂ. ഇതെന്താണ്, പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും പല സ്ഥലത്തും. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കും. അത് കുടിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയും വരാറുണ്ട്. വേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കാന്നുള്ളത്. നമുക്ക് കിച്ചണിൽ നിന്ന് നമുക്ക് ഇനി കുറച്ച് വീണ്ടും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ പിന്നെ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു നല്ല സ്പേഷ്യസ് ആയിട്ട് കുറെ വെട്ടമൊക്കെ ഉള്ളൊരു സ്പേസ്. യു ഷുഡ് വീടിൻ്റെ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മൾ തന്നെയാണ് അത് വരച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ജനലും വാതിലൊക്കെ ഇടുങ്ങിയതാണെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെയുള്ള സ്ഥലത്ത്? ഇങ്ങനെയുള്ള സ്ഥലത്തിന് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ലാർജ് വിൻഡോസും. അതിപ്പോൾ ബെഡ്റൂമിൽ നോക്കിയാൽ കാണാം, വലിയ വിൻഡോസ് ആയിരിക്കും. അതല്ലേ പറഞ്ഞു, നേച്ചറായിട്ട് ഇഫ് യു ലൈക്ക് ഇറ്റ് ഹാവ് ദാറ്റ് വിസിബിലിറ്റി ഓൾസോ എന്നുള്ളതാണ്. എന്തായാലും ഇവിടുന്ന് നോക്കുമ്പോഴും സാറിന് വേണ്ട പച്ചപ്പ് ഭയങ്കര കൃത്യമായിട്ട്. ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കാറില്ല, എന്റെ എല്ലാം മുകളിലായിരിക്കും. കാണാറുണ്ടോ? ഇതൊന്നും ഞാൻ കാണില്ല. സ്വാഭാവിക എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ടിവി വെറുതെ ഇത് വൈഫ് ഇവിടെ ഇരുന്നിട്ട് കാണും, ഞാനവിടെ മുകളിൽ ഹോം തിയേറ്ററിലാണ്. നമുക്ക് ഇവിടെ താഴെ ഒരു പരിപാടി ഇല്ലല്ലേ, ചാപ്പാട് കഴിക്കാൻ മാത്രം വരും. എനിക്കൊന്ന് കൊറേ ദൈവങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും അമ്പലത്തിലെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ
ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണോ എല്ലാം? എല്ലാം ഈ താഴെ ഇരിക്കുന്നതോ? ഏതാ ഇത്? ഇത് ഭയങ്കര rich ആ മറ്റേ തിരുപ്പതി തിരുപ്പതി അല്ലേ? ആ അത് ഹൈദരാബാദിലെ ഒരു കോളേജിൽ ഓ, ഇനോഗ്രേഷൻ പോയപ്പോൾ കിട്ടിയതാണ്. നമ്മളിങ്ങനെ കേറി വരുമ്പോ ഭയങ്കര ഒരു ലുക്കിൽപ്പെടെ ശ്രദ്ധിക്കുന്നുണ്ടത്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് അതർവൈസ് വിൻഡോസ് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വിൻഡോസ് ആയിരിക്കും. കിടക്കുമ്പോഴും യു ഷുഡ് ഹാവ്. അപ്പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്, ഞാൻ കേറിക്കോട്ടെ? കേറിക്കോളൂ. പക്ഷെ എന്താ വെച്ചാൽ ഇതാണ് ഒരു പ്രസന്റബിൾ അല്ല എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം മഴക്കാലം ആയി കഴിഞ്ഞാൽ അതിപ്പോ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും അത് തന്നെ. നമുക്ക് തുണി ഉണക്കിയെടുക്കാൻ വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ മുകളിലത്തെ ബെഡ്റൂം കണ്ടാലും അറിയാം അതേപോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും ഇവിടുത്തെ ഇതേപോലെ തന്നെ. പക്ഷെ ഇത് ചെറുതാണ്. ഓൺലി യു വിൽ ഫൈൻഡ് ബിഗ് റൂംസ്. എൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് വലുപ്പമുണ്ടായിരിക്കും. അപ്പൊ ഇനി മോളിക്ക് വന്ന് എന്തായാലും ഇവിടെ ഇതിനകത്ത് നല്ല വെട്ടമുണ്ട് കേട്ടോ. കുറേ ജനാലകള്, കുറേ വെട്ടം. ഇവിടെ ഒരു കണ്ണാടി, അത് കൈ കഴുകാൻ വരുന്നവർക്ക് വായിൽ അവിടെ ഇവിടെ മറ്റൊന്നും ഇല്ലാന്നുള്ള കാണാൻ വേണ്ടി കണ്ണാടി വെച്ച് കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടല്ലേ? അത് ബെഡ്റൂം, അത് ബേസിക്കലി എൻ്റെ വൈഫിന്റെ ഡെന്നാണ്. ഇപ്പൊ വൈഫിന്റെ അമ്മയാണ് ഇപ്പൊ അവിടെ. പക്ഷെ ഇതെന്താ സാർ, ഇത് വെറുതെ വുഡൻ പീസസ് വെച്ചിട്ട്? ബേസിക്കലി ഇത് വാതിലായിരുന്നു, ഓപ്പൺ ആയിരുന്നു. ഇവിടെ വാതിലുണ്ടായിരുന്നില്ല. അവിടുന്ന് കയറി വന്ന നേരെ ഹാളിന്ന് ഇങ്ങോട്ട് വരുന്നത് നേരെ പോവാം. അപ്പം എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, നിങ്ങളൊക്കെ കേട്ടാണിരിക്കും, ഫാൻഷിയുടെ ഒക്കെ ഒരു എക്സ്പെർട്ടാണ്, ചിത്ര ഹാൻസ് എന്ന് പറഞ്ഞു. ഫേസ്ബുക്കിലൊക്കെ എല്ലാ സൺഡേയിലും ഒരു സ്റ്റോറിയൊക്കെ ഇടും. അവള് ഒരു പ്രാവശ്യം വന്നപ്പോ പറഞ്ഞു, വല്യേട്ടാ ഈ വാസ്തുപ്രകാരം വരുന്ന വഴിക്ക് നേരെ കോണി കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പുറത്തുണ്ടായിരുന്ന ഇതെടുത്ത് ഇവിടെ എൻട്രി ഉണ്ടായിരുന്നില്ല, അതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് അതങ്ങ് തുറന്നു കൊടുത്തു. അങ്ങനെയാണ് ഒരു വാതിൽ അടച്ചപ്പോ നമ്മൾ ഒരു വാതിൽ തുറന്നു. നമുക്ക് സാറിന്റെ ഞാൻ ഫ്രണ്ടിൽ പോകാനോ? സാർ വെക്കോ, എനിക്ക് ഇവിടുത്തെ ഈ വീട്ടില് ഈ ദേശത്തെ വഴി എനിക്കറിയില്ല. സാറിന് പിന്തുടരാം, അതായിരിക്കും കുറച്ച്. നമ്മുടെ മിലിറ്ററി ലൈഫിൽ ഈ ഓണം പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? മിലിറ്ററിയിലത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മലയാളി ഏതെങ്കിലും യൂണിറ്റിലുണ്ടെങ്കിൽ ആ യൂണിറ്റ് മുഴുവൻ ഓണം ആഘോഷിക്കും. കാരണം അവിടെ ഒരു മലയാളി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓണം ആഘോഷിക്കാതിരിക്കില്ല. നല്ല രീതിയിൽ ഓണാഘോഷമൊക്കെ ഉണ്ടാവും. നമുക്ക് എങ്ങനെയാലും അവനെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള ഫുഡൊക്കെ, നാടൻ ഫുഡൊക്കെ റെഡിയാക്കി മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. സാമ്പാറും ഇതൊക്കെ അവർ മാനേജ് ചെയ്യും, ഒരു സദ്യ പോലെയൊക്കെ ആക്കും. ഓവറിൻ്റെ ആ ഒരു ഫീല് എന്നുള്ളതാണ്. എന്നിട്ട് അന്ന് അവിടെ മലയാളീസ് മുഴുവൻ മുണ്ടൊക്കെ ചുറ്റിക്കൊണ്ടുവരും. ഒരു മലയാളം ഫീല് കിട്ടും അവിടെ. ഓണം എന്നും ഒരാഘോഷം തന്നെ, മറ്റുള്ളവന്മാർക്കും ആഘോഷം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടിയെന്നുണ്ടല്ലോ. മറ്റെന്നും ഈ ചപ്പാത്തിയും റൊട്ടി ആകുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ വഞ്ചിക്കളി, എന്താണ് വഞ്ചിപ്പാട്ടും വള്ളംകളിയും ഇതൊക്കെ പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരിക്കും അവിടെ.